ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ ടോപ്പ് 20 MCQസുമായിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററിലെയും അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് MCQs ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്തിൻ 10 minutes നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പ് 20 MCQs ഡിസ്കസ് ചെയ്ത് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ 12th August 1765 ദ മുഗൾ എംപറർ അപ്പോയിന്റഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ ഡാഷ് ഓഫ് ബംഗാൾ എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായിട്ടാണ് മുഗൾ എംപറർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ദിവാൻ ഓഫ് ബംഗാൾ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ഇയർ വാസ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം സ്റ്റാർട്ടഡ് എന്നുള്ളതാണ്. ഏത് വർഷമാണ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് വർഷം നോക്കലേ, 1793 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കുറെ അധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മേ ബി ഇങ്ങനെ തന്നെ ഓപ്ഷൻ വരണമെന്നില്ല. 1792, 3, 4 അങ്ങനെയൊക്കെ ഓപ്ഷൻ വരാം. 1793 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. From among the regions mentioned below, which region introduced Mahalwari system in 1822? 1822ലാണ് മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു MCQ കൂടി മക്കൾക്ക് അവിടെ കിട്ടി. ഇനി ഇവിടെ ചോദിക്കുന്നത് ഏത് റീജിയനിലാണ് മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ UP ആണ്, ഉത്തർപ്രദേശ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മഹൽവാരി സിസ്റ്റം വാസ് ഡിവൈസ്ഡ് ബൈ 1822ലാണ് ഉത്തർപ്രദേശിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ പഠിച്ചു. ഇനി ഇതാരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആരാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും. ഹോട്ട് മാക്കൻസി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ 4 MCQs നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് യു മീൻ ബൈ ദ ടേം മോർട്ടേജ് എന്നുള്ളതാണ്. എന്താണ് മോർട്ടേജ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. മേ ബി മക്കൾ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ മണി ലെൻഡേഴ്സ് ആൻഡ് പെസൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, മോർട്ടേജ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കുറെ അധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എഗ്രിമെന്റ് ബിറ്റ്വീൻ മണി ലെൻഡേഴ്സ് ആൻഡ് നവാബ്സ് തന്നിട്ടുണ്ട്, ദെൻ കിങ് ആൻഡ് പെസൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ ഏതാണ്? മണി ലെൻഡേഴ്സ് ആൻഡ് പെസൻസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. When soldiers as a group disobey their officers in the army, then it is called. അതായത് എന്താ പറയാ, ഈ പറയുന്ന പോലെ തന്നെ ആർമിയിലെ സോൾജേഴ്സ് അവരുടെ എന്താ പറയാ ഈ പറയുന്ന പോലെ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഒഫീഷ്യൽസിനെ ഡിസോബേ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. അപ്പൊ ഗാഡ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഈ എന്താണ് പറയാ ഒരു വെപ്പൺ ആണ് അല്ലെ. ദെൻ ഷിപ്പോയ്സ് എന്ന് പറയുന്നത് സോൾജേഴ്സിന്റെ പൊസിഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കാണാൻ പറ്റുന്നത് എന്താണ്, മ്യൂട്ടിനി ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ബറാക്സും അല്ല, മ്യൂട്ടിനി ആണ് എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സോൾജേഴ്സ് അവരുടെ എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് മേജർ ഓഫീസേഴ്സിനെ ഡിസോബേ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്, മ്യൂട്ടിനി എന്നുള്ളതാണ്. നമ്മൾ ഷിപ്പോയ് റൊബലിയൻ ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സോൾജേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്പോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 7th ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് വരുന്നത്. നെയിം ദ സൺ ഓഫ് ബീഗം ഹസ്രത് മഹൽ ഫ്രം ലക്നൗ. ലക്നൌവില് ബീഗം ഹസ്രത് മഹലിന്റെ മോന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും. നാനാ സാഹിബാണോ, കൻവർ സിംഗ് ആണോ, ബാജിറാവു ആണോ? അല്ല. ആരാണ്? നമുക്കിവിടെ കാണാൻ പറ്റും. ബെജിസ് ഖാദർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയാ ആ ഒരു 3 minutes കൊണ്ട് നമ്മൾ 7 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. among the following resident of the British India who was forced to take refuge in a residency and killed by the forces of Begum Hasrat Mahal എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സർ ഹെൻറി ലോറൻസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്തിൻ 10 minutes നമ്മൾ 20 MCQs പഠിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഫ്ലോ മക്കൾക്ക് കാണുന്നുണ്ടാവും. അപ്പൊ 8 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹു വാസ് നാനാ സാഹിബ് എന്നുള്ളതാണ്. ഓക്കെ, ആരാണ് നാനാ സാഹിബ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറെ അധികം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും പേഷ്വാ ബാജിറാവു സെക്കൻഡ് സൺ ആണ് ആര് വരുന്നത്, നാനാ സാഹിബ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹു വാസ് ദ ലീഡർ ഓഫ് ദ റിവോൾട്ട് ഹു ആക്റ്റീവ്ലി ടുക്ക് പാർട്ട് ഇൻ ഇറ്റ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ എന്താ പറയാ ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ള ആരൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാനാ സാഹിബ് ഉണ്ട്, താന്തിയ തോപ്പെ ഉണ്ട്, റാണി ലക്ഷ്മിബായി ഉണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഓൾ ഓഫ് ദി എബോ ഇസ് ദ റൈറ്റ് ആൻസർ. ബിക്കോസ് എല്ലാവരും ആക്റ്റീവ്ലി തന്നെ ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ദ 1857 റിവോൾട്ടിൽ കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്.
2 ചാപ്റ്റേഴ്സിലാണ് വരുന്നത്. ഇനി നമ്മൾ തേർഡ് ചാപ്റ്റർ മറ്റൊരു ചാപ്റ്ററിലേക്ക് പോകണം. മൂന്നാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വില്യം ജോൺസ് വാസ് എ ലിംഗ്വിസ്റ്റ് ബിക്കോസ് വില്യം ജോൺസ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഹി ഹാഡ് സ്റ്റഡീഡ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ, ഹി ന്യൂ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്, ഹി ഹാഡ് ലേൺഡ് പേർഷ്യൻ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എല്ലാ ലാംഗ്വേജും അറിയുന്നുണ്ട് അല്ലെ. ലിംഗ്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ബിക്കോസ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒബ്വിയസ്ലി എന്ത് കാണാൻ പറ്റും, ലോട്ട്സ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു നോളജ് ഉള്ള പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് റൈറ്റ് ആൻസർ. വില്യം ജോൺസിന് കുറെ അധികം ലാംഗ്വേജ് അറിയാം. അപ്പൊ ലിംഗ്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദി എബോവ് ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു സ്റ്റാർട്ടഡ് റിസർച്ച് ജേണൽ ഏഷ്യാറ്റിക് എന്ന് പറയുന്ന ജേണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഹെൻറി തോമസ് കോൾബ്രൂക്കും അതുപോലെ തന്നെ വാൻ ഹാസ്റ്റിങ്സും മാക്സ് മുള്ളറും ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും റൈറ്റ് ആൻസർ വരുന്നത് വില്യം ജോൺസ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ 11 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്പർ ഒന്നും അറിയോ? 12 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 12 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 13th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ദ എഡ്യൂക്കേഷൻ ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ആണ്. ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 1850 ആണോ? അല്ല, ഏത് വർഷമാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 1835 അല്ലെ. 1835 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? Name the person who arrived in Kolkata in 1783 and was appointed as a junior judge at the Supreme Court. സുപ്രീം കോർട്ടിലെ ജൂനിയർ ജഡ്ജ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടുള്ള 1783 കൊൽക്കത്തയിൽ വന്നിട്ടുള്ള പേഴ്സൺ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഗൈൻ വില്യം ജോൺസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, വില്യം ജോൺസ് ആണ് അവിടെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 15th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ടാഗോർ വാണ്ടഡ് ടു കമ്പൈൻ ദ എലമെന്റ്സ് ഓഫ് വിത്ത് ട്രഡീഷണൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. നമുക്കിവിടെ കാണാൻ പറ്റും വിത്ത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ഓക്കെ, ട്രഡീഷണൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വിത്ത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആവശ്യപ്പെടുന്നത്, ടാഗോർ ആവശ്യപ്പെടുന്നത് അല്ലെ. നോട്ട് ഓൺലി ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, നോട്ട് ഓൺലി ഇൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, മിക്സ്ഡ് ആണ്. അതായത് രണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും ഒരു എന്താ പറയാ മെർജ്ഡ് വേർഷൻ ആണ് ആവശ്യപ്പെടുന്നത്, ടാഗോർ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മറാത്തി ന്യൂസ് പേപ്പർ കേസരി വാസ് എഡിറ്റഡ് ബൈ എന്ന് കാണുമ്പോൾ ആരാണ്? ബാലഗംഗാധർ തിലകാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കേസരി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ എഡിറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. 16 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ വിതിൻ 7 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 4 more ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെർണാക്കുലർ പ്രസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഓൺ. ഏത് വർഷമാണ് വെർണാക്കുലർ പ്രസ് ആക്ട് ഇനാക്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കപ്പാസിറ്റി ടു ആക്ട് ഇൻഡിപെൻഡന്റ്ലി വിതൗട്ട് ഔട്ട്സൈഡ് ഇന്റർഫിയർ ഇസ് ടേംഡ് ആസ്. എന്താണ്? ഒരു രീതിയിലുള്ള ഇന്റർഫിയർ ഇല്ലാതെ എന്താ പറയുക ഇൻഡിപെൻഡന്റ്ലി ഇൻഡിപെൻഡന്റ്ലി എന്ത് ചെയ്യാണ് ഗവേൺ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ് മക്കളെ? സോവണിറ്റിയുടെ പരമാധികാരം, ദ കംപ്ലീറ്റ് പവർ എന്നുള്ളതാണ് അവിടെ. സോവണിറ്റിയാണ് പരമാധികാരമാണ്, അത് അൾട്ടിമേറ്റ് പവർ എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അൾട്ടിമേറ്റ് പവർ എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 18 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ മക്കൾ എന്താണ് അവസ്ഥ? മക്കൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാണോ? നമ്മളിപ്പോ വിത്തിൻ 10 മിനിറ്റ്സ് എത്ര ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവാണ്? കുറെ അധികം ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവാണ്. അപ്പൊ 18 ക്വസ്റ്റ്യൻ ഒക്കെ കഴിയുന്ന സമയത്ത് മക്കൾ വിചാരിക്കാണ് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ എന്ന് പറഞ്ഞാൽ അന്തം വിട്ട് നിൽക്കണോ? നിൽക്കണ്ട. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 19th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Where did the Hindustan Socialist Republican Association was formed? എവിടെയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡൽഹി ഇസ് റൈറ്റ് ആൻസർ. എവിടെയാണ് മക്കളെ? ഡൽഹിയിലാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? യെസ്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിയൻ മൂവ്മെന്റ് ഒക്കെ ഒരു സൈഡ് ഉണ്ടെങ്കിലും അതർ മൂവ്മെന്റ്സും അതുപോലെ ആൾട്ടർനേറ്റീവ് പാർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Then we are going to our last question. Name the movement launched following the partition of Bengal. ബംഗാൾ പാർട്ടീഷനെ തുടർന്ന് ഫോം ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണോ? സാൾട്ട് സത്യാഗ്രഹ ആണോ? അല്ല. ഏതാണ് മക്കളെ? യെസ്, സ്വദേശി മൂവ്മെന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ ഫോറിൻ ഐറ്റംസിനൊക്കെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് സ്വദേശി മൂവ്മെന്റ് ആണ് പാർട്ടീഷൻ ഓഫ് ബംഗാളിന് ശേഷം 1905 ശേഷം എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വി ആർ കംപ്ലീറ്റ് 20 MCQs വിത്തിൻ 10 മിനിറ്റ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 10 മിനിറ്റ് കൊണ്ട് 20 MCQs ആണ് ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലായിട്ടുള്ള 20 MCQs ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മക്കൾ എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ തൽക്കാലം ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, ബൈ.